നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. ജീവിതത്തിൽ ചില ആളുകൾ എങ്ങനെ അത്യന്തം ഉയരങ്ങളിലെത്തുന്നു എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും വളരെ ശാന്തമായി ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം സത്യസന്ധമായി ചിന്തിക്കൂ. നിങ്ങൾ അറിയുന്ന ആളുകളിൽ തന്നെ ഒരാൾ വളരെ പരിശ്രമിച്ചിട്ടും ചെറിയ മുന്നേറ്റത്തിനായി പോലും പോരാടുമ്പോൾ മറ്റൊരാൾ അതേ സാഹചര്യത്തിൽ വളരെ സ്വാഭാവികമായി ഉയരുന്ന പോലെ തോന്നുന്നില്ലേ? ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ഇത് ഭാഗ്യമാണോ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു പാറ്റേൺ ആണോ? ഇന്നത്തെ വീഡിയോ സാധാരണ ഒരു വീഡിയോ അല്ല. ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോഹൻലാൽ എന്ന വ്യക്തിയുടെ വിജയത്തെക്കുറിച്ചാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു വാഗ്ദാനം ചെയ്യാം. ഈ വീഡിയോ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ മാത്രം അല്ല, നിങ്ങളുടേതായ ജീവിതത്തെയും ഒരു പുതിയ രീതിയിൽ കാണാൻ തുടങ്ങും. ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങളുടെ പൂർണ്ണ ശേഷി ഉപയോഗിക്കുന്നില്ലെന്ന്? അതെ എന്ന് തോന്നുന്നെങ്കിൽ കമന്റിൽ ഉണ്ട് എന്ന് എഴുതൂ. ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ ഞാൻ റെഡിയാണ് എന്ന് എഴുതൂ. പക്ഷേ ഇത് ഒരു സാധാരണ ജീവിതകഥയല്ല. ഇത് ഒരാളുടെ ജീവിതം എങ്ങനെ രൂപപ്പെടുന്നു, അവസരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, സമയം എങ്ങനെ ഒരാളുടെ പക്ഷത്ത് മാറുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഗഹനമായ തിരിച്ചറിവാണ്. അതിലും പ്രധാനമായി ഈ കഥയിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. ഇപ്പോൾ ഒരു ചെറിയ സീൻ ഇമാജിൻ ചെയ്യൂ. ഒരു യുവാവ് ഒരു ചെറിയ അവസരത്തിനായി കാത്തിരിക്കുന്നു. അവന് വലിയ കഴിവ് ഒന്നുമില്ല എന്ന് എല്ലാവരും കരുതുന്നു. അവനെ ആരും സീരിയസ് ആയി കാണുന്നില്ല. പക്ഷേ അവൻ ഒരു കാര്യം മാത്രം ചെയ്യുന്നു. ആരും കാണാത്ത സമയങ്ങളിൽ പോലും അവൻ പ്രാക്ടീസ് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. ഒരു ദിവസം ഒരു വലിയ അവസരം വരുന്നു. അത് എല്ലാവർക്കും ഓപ്പൺ ആണ്. പക്ഷേ അവസാനം അത് ലഭിക്കുന്നത് ആർക്കാണ്? അത് തയ്യാറായ ആളിന് ലഭിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വലിയ പിന്തുണയില്ലാതെ ജീവിതം ആരംഭിച്ച ഒരാൾ സിനിമയിൽ എത്തിയപ്പോൾ ആദ്യകാലങ്ങളിൽ നായക വേഷങ്ങൾ ലഭിച്ചിരുന്നില്ല. ചെറിയ കഥാപാത്രങ്ങൾ, വില്ലൻ വേഷങ്ങൾ ഇവയായിരുന്നു കൂടുതലും. ആ സമയത്ത് ആരും കരുതിയിരുന്നില്ല ഈ വ്യക്തി ഒരിക്കൽ മലയാള സിനിമയുടെ മുഖമായി മാറുമെന്ന്. പക്ഷേ ഇവിടെ സംഭവിച്ച ഒരു ചെറിയ കാര്യമാണ് പിന്നീട് ഒരു വലിയ മാറ്റമായി മാറിയത്. ലഭിച്ച ഓരോ ചെറിയ അവസരവും അദ്ദേഹം വളരെ ഗൗരവത്തോടെ സ്വീകരിച്ചു. ചെറുതാണെന്ന് കരുതി ഒരിക്കലും അവഗണിച്ചില്ല. പക്ഷേ ഇവിടെ ഒരു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. മറ്റുള്ളവർ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അവയെ ജീവിപ്പിച്ചു. ഇത് ചെറിയൊരു വ്യത്യാസം പോലെ തോന്നാം, പക്ഷേ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വ്യത്യാസമാണ് അത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുമ്പോൾ അത് വെറും പൂർത്തിയാക്കാനാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ മികച്ചതിലേക്ക് എത്താനാണോ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ അവസരങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അവയെ ചെറുതായി കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ നിങ്ങളുടെ ഏറ്റവും മികച്ചത് നൽകാൻ ശ്രമിക്കുന്നുണ്ടോ? ഈ ചോദ്യം വളരെ ലളിതമെന്ന് തോന്നാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഇത്. ഒരു ചെറിയ കഥ ചിന്തിക്കൂ. ഒരു യുവാവ് ഒരു സ്ഥാപനത്തിൽ ചെറിയ ജോലികൾ ചെയ്യുന്നു. ആരും അവനെ ഗൗരവത്തിൽ കാണുന്നില്ല. പക്ഷേ അവൻ ഒരു കാര്യം മാത്രം ചെയ്യുന്നു. ലഭിക്കുന്ന ഓരോ ജോലിയിലും അവൻ തന്റെ മുഴുവൻ ശ്രദ്ധയും പരിശ്രമവും നൽകുന്നു. ഒരു ദിവസം ഒരു വലിയ ഉത്തരവാദിത്വം വരുന്നു. അത് കൈകാര്യം ചെയ്യാൻ ഒരാളെ തിരഞ്ഞെടുക്കണം. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏറ്റവും ശബ്ദമുള്ള ആളല്ല, ഏറ്റവും സ്ഥിരതയുള്ള ആളാണ്. ആ യുവാവാണ്. അതാണ് അവന്റെ ജീവിതം മാറ്റുന്ന നിമിഷം. ഇപ്പോൾ നമുക്ക് സമയം എന്ന വിഷയത്തിലേക്ക് കടക്കാം. ജീവിതത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു ശക്തിയാണ് സമയം. ഒരു വിത്ത് നട്ടാൽ നിങ്ങൾ അത് ദിവസവും നോക്കും, പക്ഷേ അത് ഉടനെ വളരില്ല. പലരും ഇവിടെ അശാന്തരാകുന്നു.
ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു നിർത്തുന്നു. പക്ഷേ ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കുന്ന പോലെ വളരും. ജീവിതവും അതുപോലെയാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഇപ്പോൾ തയ്യാറാകുന്ന ഘട്ടത്തിലാണോ അല്ലെങ്കിൽ അവസരം കാത്തിരിക്കുന്ന ഘട്ടത്തിലാണോ? നിങ്ങളുടെ മറുപടി നിങ്ങൾക്ക് തന്നെ വ്യക്തമാകട്ടെ. ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. 2 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നു. ഒരാൾ അവസാനം വരെ കാത്തിരിക്കുന്നു. മറ്റൊരാൾ ദിവസേന ചെറിയ രീതിയിൽ തയ്യാറെടുക്കുന്നു. പരീക്ഷയുടെ ദിവസം വരുമ്പോൾ ഒരാൾ ആശങ്കയോടെ ഇരിക്കും, മറ്റൊരാൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കും. വ്യത്യാസം കഴിവിൽ അല്ല, തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, നിങ്ങൾ തയ്യാറെടുക്കുന്നവരിലാണോ അല്ലെങ്കിൽ കാത്തിരിക്കുന്നവരിലാണോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ഇതിനകം തന്നെ തയ്യാറായിരുന്നു. അതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടത്. പലർക്കും അവസരം ലഭിക്കും, പക്ഷേ അത് ഉപയോഗിക്കാൻ കഴിയുന്നവരാണ് മുന്നോട്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വളരെ ശാന്തമായ സമീപനം, അഹങ്കാരം കുറവ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായ മനസ്സ്, ഇവയാണ് അദ്ദേഹത്തിന്റെ ശക്തികൾ. പലരും സ്വന്തം സൗകര്യപരിധിക്കുള്ളിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്നും പുറത്തേക്ക് വരാൻ തയ്യാറായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ ഒരു ചെറിയ ചിന്ത: 2 ആളുകൾക്ക് ഒരേ അവസരം ലഭിക്കുന്നു. ഒരാൾ പറയും, എനിക്ക് ഇത് അറിയില്ല, ഞാൻ ചെയ്യില്ല. മറ്റൊരാൾ പറയും, എനിക്ക് ഇത് അറിയില്ല, പക്ഷേ ഞാൻ പഠിക്കും. കുറച്ചു കാലത്തിനു ശേഷം രണ്ടാമത്തെ ആളാണ് മുന്നോട്ടു പോകുന്നത്. വ്യത്യാസം എന്താണ്? മനോഭാവം. നിങ്ങളുടെ മനോഭാവം എന്താണ്? നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ അറിയുന്നതിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണോ? ജീവിതത്തിൽ പരാജയങ്ങൾ വരും. അത് ഒഴിവാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹം നിർത്തിയില്ല. ഓരോ തവണയും അദ്ദേഹം തിരിച്ചുവരാൻ ശ്രമിച്ചു. ജീവിതത്തിൽ പല വലിയ മാറ്റങ്ങളും നമ്മൾ ഏറ്റവും താഴ്ന്ന നിലയിൽ ആയിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കഥ കൂടി ചിന്തിക്കാം. ഒരു വ്യാപാരി പുതിയ ഒരു കട തുടങ്ങുന്നു. ആദ്യ മാസങ്ങളിൽ നഷ്ടം മാത്രം. പലരും അവനെ നിർത്താൻ ഉപദേശിക്കുന്നു. പക്ഷേ അവൻ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു, സേവനം മെച്ചപ്പെടുത്തുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതേ കട വിജയകരമാകുന്നു. പരാജയം തന്നെ വിജയത്തിന്റെ വഴിയായി മാറി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് പരാജയം വന്നാൽ നിങ്ങൾ നിർത്തുന്നവനാണോ അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോകുന്നവനാണോ? പലരും വിശ്വസിക്കുന്ന ഒരു കാര്യം, നല്ല ജാതകം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. പക്ഷേ സത്യം എന്താണ്? ജാതകം ഒരു ദിശ കാണിക്കാം, എന്നാൽ ആ ദിശയിൽ നടക്കേണ്ടത് നമ്മളാണ്. പരിശ്രമം ഇല്ലാതെ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പിന്നിലാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണെന്ന്? ഇത് വളരെ പ്രധാനപ്പെട്ട തിരിച്ചറിവാണ്. മോഹൻലാൽ എന്ന വ്യക്തിയുടെ കരിയറിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഒരിക്കലും ഒരു സേഫ് സോണിൽ തന്നെ നിൽക്കാൻ ശ്രമിച്ചില്ല. ഒരു സിനിമയിൽ ഒരു തരത്തിലുള്ള കഥാപാത്രം ചെയ്തു വിജയിച്ചാൽ പലരും അതേ പാറ്റേൺ ചെയ്യും, കാരണം അത് സേഫ് ആണ്. പക്ഷേ മോഹൻലാൽ അതിനെ അവോയ്ഡ് ചെയ്തു. ഓരോ പുതിയ സിനിമയിലും ഒരു പുതിയ സ്വഭാവം, പുതിയ ബോഡി ലാംഗ്വേജ്, പുതിയ എനർജി. അദ്ദേഹത്തിന്റെ കരിയർ മുഴുവൻ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. കോമഡി, ആക്ഷൻ, ഇമോഷണൽ, നെഗറ്റീവ് എല്ലാം അദ്ദേഹം ചെയ്തു. ഓരോ കഥാപാത്രവും അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരു കംപ്ലീറ്റ് ആക്ടർ ആയി മാറിയത്. ഇത് വളരെ വലിയ കാര്യമാണോ? അതെ. കാരണം മനുഷ്യ സ്വഭാവം തന്നെ സേഫ്റ്റി തേടുന്നതാണ്. നമ്മൾ അറിയുന്ന കാര്യങ്ങളിൽ തന്നെ നിൽക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് നടക്കുന്നത് അനിശ്ചിതത്വം ഉള്ളിടത്താണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാം. വളരെ കാം ആയ ഒരു സമീപനം. ഇന്റർവ്യൂസ് ഒക്കെ നോക്കിയാൽ പോലും ഒരിക്കലും ഓവർ ആയി റിയാക്ട് ചെയ്യുന്നില്ല. ഈ ശാന്തത വളരെ വലിയ ഒരു ശക്തിയാണ്. കാരണം വിജയത്തിലും പരാജയത്തിലും ഒരേ മനോഭാവം നിലനിർത്താൻ കഴിയുന്നത് വളരെ റെയർ ആണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ ഒരു പ്രശ്നം വന്നാൽ പോലും നമ്മൾ ടെൻഷൻ ആകുന്നു. ചെറിയ ഒരു വിജയം വന്നാൽ ഓവർ കോൺഫിഡൻസ്. ഈ 2 സ്ട്രീമിന്റെയും ഇടയിൽ ബാലൻസ് നിലനിർത്തുന്നവരാണ് ദീർഘകാലം വിജയിക്കുന്നത്.
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തോൽവികൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ചില സിനിമകൾ വിജയിച്ചില്ല, വിമർശനങ്ങളും ഉണ്ടായി. പക്ഷേ അവിടെ അദ്ദേഹം നിർത്തിയില്ല, അതാണ് പ്രധാനപ്പെട്ടത്. പലരും ഒരു തോൽവി കഴിഞ്ഞാൽ സ്വയം സംശയത്തിൽ വീഴും. എനിക്ക് കഴിയില്ല എന്ന് വിശ്വസിക്കാൻ തുടങ്ങും. പക്ഷേ അദ്ദേഹം ഓരോ തോൽവിക്ക് ശേഷം വീണ്ടും ശ്രമിച്ചു. ഇത് ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, പക്ഷേ ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തോൽവി നമ്മളെ മെന്റലി തളർത്തും. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട മിത്ത് നമുക്ക് മാറ്റാം. ജാതകം നല്ലതാണെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നൊരു വിശ്വാസം പലർക്കുമുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ? ജാതകം ഒരു ദിശ മാത്രം കാണിക്കും. അത് ഒരു മ്യാപ്പ് പോലെയാണ്. പക്ഷേ ആ വഴി നടക്കേണ്ടത് നമ്മളാണ്. മോഹൻലാലിന്റെ ജീവിതം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സ്ഥിരത, പരിശ്രമം, പൊരുത്തപ്പെടുത്തൽ, ക്ഷമ. ഇവയാണ് യഥാർത്ഥ ഘടകങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പിന്നിലാണെന്ന്? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണെന്ന്? ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളെ വലിയ മാറ്റം ഉണ്ടാക്കും. ഒരു ദിവസം ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയും, അവൻ ഭാഗ്യവാനാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാം, അത് ഭാഗ്യം മാത്രമല്ലായിരുന്നു. അത് നിങ്ങൾ ദിവസവും നടത്തിയ ചെറിയ ശ്രമങ്ങളുടെ ഫലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ കാര്യം, നിങ്ങൾ ഇന്നു മുതൽ മാറ്റാൻ പോകുന്ന ഒരു ഹാബിറ്റ് എന്താണ്? അത് താഴെ കമന്റിൽ എഴുതൂ. നിങ്ങളുടെ മറുപടി വായിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഭാഗം എന്താണെന്ന് കമന്റിൽ പറയൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ആണ് അടുത്ത വീഡിയോ ഉണ്ടാകാൻ സഹായിക്കുന്നത്. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മോഹൻലാലിന്റെ വിജയം, ജാതക രഹസ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ, അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.